ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സൺസ്ക്രീൻ. അതായത് നമ്മളൊക്കെ നോർമലി സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പലതരത്തിൽ നമ്മൾ സ്കിന്നൊക്കെ ഗ്ലോ അപ്പ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ആ ഒരു ഫ്രഷ്നെസ്, ആൻറ്റി ഏജിനിങ് അല്ലെങ്കിൽ യൂത്ത്ഫുൾ ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി പല പരീക്ഷണങ്ങൾ നമ്മൾ നടത്താറുണ്ട് നമ്മുടെ സ്കിന്നിൽ. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ നമ്മൾ വേറെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്താലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ സ്കിന്നിന് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് സ്കിൻ പ്രൊട്ടക്ഷൻ. അപ്പോൾ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? നല്ലൊരു സൺസ്ക്രീൻ വേണം അല്ലേ? അങ്ങനെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ ആണ് സാറ്റിന്റെ ഈ ഒരു സൺസ്ക്രീൻ. ഇനി നമുക്ക് ഈ ഒരു സൺസ്ക്രീന്റെ ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതേപോലത്തെ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ശരിക്കും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചർ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അതേപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണ് കേട്ടോ. ശരിക്കും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലത്തെ സെയിം എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസിൽ നീഡഡ് ക്വാണ്ടിറ്റി ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കൂൾനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലൊന്ന് തൊടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ആവുന്ന നല്ലൊരു കൂളായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ആഡിക്കേറ്റ് എമൗണ്ട് ഓഫ് സൺസ്ക്രീൻ നമ്മുടെ ഫേസിലും നെക്കിലും ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ ബോഡി പാർട്സിൽ അപ്ലൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ എൻ്റെ സ്കിന്നിൽ അബ്സോർവ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് ഞാൻ നിങ്ങളെ എക്സാക്ട്ലി കാണിച്ചു തരാം. നല്ല അമേസിങ് ആയിട്ടുള്ള ലവബിൾ ഫ്രാഗ്രൻസ് ആണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു ഡിഫിക്കൽട്ടും ഫീൽ ചെയ്യാലോ കേട്ടോ. നോർമലി ഭയങ്കര സ്റ്റിക്കി അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ക്രീമി ടെക്സ്ചർ ആണെങ്കിൽ നമുക്കറിയാം അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ കഷ്ടപ്പെടും അത് ബ്ലെൻഡ് ഓവർ ഒക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇത് വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഈ ഒരു സൺസ്ക്രീനിൽ ക്യാരറ്റ് റൂട്ട് എക്സ്ട്രാക്ട്, അതേപോലെ തന്നെ അലോവേറ എക്സ്ട്രാക്ട് ഉണ്ട്, ദെൻ സാഫ്രോൺ എക്സ്ട്രാക്ട്, ലെമൺ എക്സ്ട്രാക്ട് ഒക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ആണ്. വൈറ്റമിൻ ഇ ഉണ്ട്, അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോഫി ബീൻ എക്സ്ട്രാക്ട് ഒക്കെ ഇൻക്ലൂഡ് ആണ്. കോഫി ബീൻ എക്സ്ട്രാക്ടിന്റെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ. അതായത് ഹെൽപ്പ് ടു റിവേഴ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫോട്ടോ ഡാമേജ് റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും. പെട്ടെന്ന് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ബ്ലെൻഡ് ഓവറായി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പം സ്റ്റിക്കി ഫീൽ ഇല്ല കേട്ടോ. നല്ല അമേസിങ് ആയിട്ടുള്ള ലവബിൾ ഫ്രാഗ്രൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സെയിം എഫക്റ്റ് ആണ് കേട്ടോ. വളരെ അൾട്രാ ലൈറ്റ് ആയിട്ടുള്ള ക്രീമി ടെക്സ്ചർ ആണ്. പിന്നെ വൈറ്റ് കളറാണ് ക്രീമിൻ്റെ ടെക്സ്ചർ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, കളർ വൈസിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ സൺസ്ക്രീൻ്റെ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ സ്കിൻ ഒന്ന് ഗ്ലോയിങ് ആൻഡ് ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ ഈ ഒരു സൺസ്ക്രീനിന്റെ SPF ലെവൽ നോക്കുകയാണെങ്കിൽ SPF 50, അതേപോലെ തന്നെ PA++ ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ SPF ലെവൽ നമ്മളൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മോസ്റ്റ് ആയിട്ട് കൺസേൺ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ആ ഒരു SPF ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 50 അല്ലെങ്കിൽ 50 എബോവ് ഒക്കെ നമ്മൾ എപ്പോഴും SPF ആ ഒരു കണ്ടന്റ് ലെവൽ നമ്മൾ നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ നമ്മുടെ UV റേസിൽ നിന്നും അതേപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവുന്ന ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പ്രോപ്പർ പ്രൊട്ടക്ഷൻ നൽകുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. SPF ലെവൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു SPF 50 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആ ഒരു സൺ കെയർ പ്രൊട്ടക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ടെക്സ്ചർ വൈസിലേക്ക് പോവുകയാണെങ്കിൽ ദെൻ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ശരിക്കും ഡെർമറ്റോളജിക്കലി ആൻഡ് ക്ലിനിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് കൂടിയാണ്. നമ്മുടെ ഈ ഒരു സാറ്റന്റെ സൺസ്ക്രീനിൽ വൈറ്റമിൻ ഇ ഇൻക്ലൂഡ് ആണ് കേട്ടോ. വൈറ്റമിൻ ഇ ശരിക്കും വൈറ്റലായിട്ടുള്ള ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. അതായത് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിൽ നിന്നൊക്കെയാണ് നോക്കുകയാണെങ്കിൽ UV റേസിൽ നിന്നും അതോടൊപ്പം തന്നെ ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന ഡാമേജസ്, നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന സ്കിൻ ഡാമേജസിൽ നിന്നൊക്കെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദെൻ നോക്കുകയാണെങ്കിൽ ഇതിൽ കോഫി ബീൻ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഒരു തരത്തിൽ നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അടുത്തതായിട്ട് അലോവേറ. അലോവേറനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഫ്ലമേഷൻ, റെഡ്നെസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കി വെക്കാനും സഹായിക്കും. നമ്മുടെ സ്കിന്നിനെ ഫോട്ടോ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോഫി ബീൻ എക്സ്ട്രാക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോഫി ബീൻ എക്സ്ട്രാക്റ്റിന്റെ ആ ഒരു ബെനിഫിറ്റ് കണ്ടിട്ട് ഫോട്ടോ ഡാമേജിങ് ആയിട്ടുള്ള ആ ഒരു പ്രോബ്ലം നമുക്ക് നന്നായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതൊന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം മെലസ്മ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ടാൻ, സൺബേൺ ഒക്കെ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതൊക്കെ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ വേറെ എന്തൊക്കെ സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ ഫോളോ ചെയ്താലും നമുക്ക് നമ്മുടെ സ്കിന്നിന് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യത്തില്ല അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല ഫാക്ടേഴ്സും നമ്മൾ കൺസേൺ ആയിട്ടുണ്ടാവണം നമ്മുടെ മൈൻഡിൽ. അതോടൊപ്പം തന്നെ നല്ലൊരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് എപ്പോഴും SPF ലെവൽ 50 അല്ലെങ്കിൽ 50 എബോവ് ആണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ രാവിലെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ റീടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒരു ഫ്യൂ ഹവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ റീടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു സൺസ്ക്രീനിൻ്റെ ഹോൾ പ്രൊട്ടക്ഷൻ നമ്മുടെ ബോഡിക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് കിട്ടുകയുള്ളൂ. സാറ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ശരിക്കും അമേസിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫീൽ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നോർമലി ചില സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ഫീലൊക്കെ തോന്നും. ഇത് വളരെ അൾട്രാ ലൈറ്റ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ നമുക്കൊരു ഗ്ലോയിങ് കിട്ടുന്നുണ്ട്. അതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ വാങ്ങേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. വാങ്ങാനുള്ള ബൈ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ട്യൂബിൽ വരുന്ന ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ 50 gram ആണ്. നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ സൺലൈറ്റ് എമിറ്റ് ചെയ്യാത്ത ഏരിയയിൽ വേണം കേട്ടോ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. പിന്നെ നമ്മുടെ കണ്ണിലും വായിലൊന്നും പോകാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യമൊക്കെ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ശരിക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നോൺ ഗ്രീസി ഫോർമുലയാണ്. അതോടൊപ്പം തന്നെ നോൺ കോമഡോജനിക് ആണ്. ആയുർവേദിക് ആയിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ, അതായത് ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ആണ് ഇതിലേക്ക്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്രൂവൽറ്റി ഫ്രീ ആണ്. ടോക്സിക് ആയിട്ടുള്ള ഡൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ല. പിന്നെ പാരബൻ ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ശരിക്കും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. സ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 20 അല്ലെങ്കിൽ 30 മിനിറ്റ് ബിഫോർ ഗോയിങ് ഔട്ട് ഇൻ ദ സൺ കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സാറ്റേണിൻ്റെ സൺസ്ക്രീനെ കുറിച്ചുള്ള റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറക്കണ്ട, വാങ്ങിക്കാനുള്ള ആ ഒരു ബൈങ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രോപ്പറായിട്ട് കൊടുക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഓഫേഴ്സ് കിട്ടുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.